CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയെ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. നേരത്തെ അവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. അനാരോഗ്യം മൂലം അന്ന് ഹാജരാകാൻ സാധിക്കില്ല എന്ന് അവർ മറുപടി നൽകിയതിനെ തുടർന്നാണ് ബുധനാഴ്ച, അതായത് നാളെ അവർക്ക് ED മുൻപാകെ ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയത്. അവരുടെ മൊഴികളിൽ എന്തെങ്കിലും വൈപരീത്യങ്ങളോ അല്ലെങ്കിൽ മൊഴികളിൽ അതൃപ്തിയോ EDക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഹെൽഡ് ചെയ്യും. അവരെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. മുൻ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ മാറ്റിവെക്കാനോ അല്ലെങ്കിൽ കൃത്യമായ തെളിവുകളോടെ വന്ന ഒരു സാമ്പത്തിക കുറ്റകൃത്യം അത് ഒതുക്കി തീർക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളുമൊക്കെ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് എന്ന പരാതിയുണ്ട്, രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ്. എന്നാൽ പോലും അവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാത്രമല്ല, CMRL MD ശശിധരൻ കർത്തായുടെ മകളെ ED ചോദ്യം ചെയ്തതായ വിവരവും പുറത്തു വരുന്നു. മകനെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. മകൻ ഇതുവരെ അതിന് കൃത്യമായൊരു മറുപടി നൽകിയിട്ടില്ല എന്ന് കേൾക്കുന്നു. അതായത് കുടുംബമടക്കം ഇതിൻ്റെ ഡയറക്ടേഴ്സാണ്, CMRL ഡയറക്ടേഴ്സാണ്. KSIDCക്ക് പങ്കാളിത്തമുണ്ടെങ്കിലും ഇത് ശശിധരൻ കർത്തായുടെ ധാതു മണൽ ഊറ്റ് കമ്പനിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ധാതുമണൽ കച്ചവടമാണ് മെയിനായിട്ട് നടക്കുന്നത്. കരിമണൽ കർത്ത എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ മകളെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. വളരെ നിർണായകമായ ചില വിവരങ്ങൾ ഇവരിൽ നിന്ന് കിട്ടിയതായുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഷിബി എസ് കർത്ത, ഇവരുടെ പേര് ഇതാണ്. ഷിബി എസ് കർത്തയെ കൊച്ചിയിലെ ED ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത്. എക്സാലോജിക്കിനും CMRLനും ഇടയിൽ നടന്ന അനധികൃത സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളാണ് ED ഇവരോട് തേടുന്നത്. CMRLന്റെ ഡയറക്ടർ ആണ് ഷിബി എസ് കർത്ത. CMRLുമായി ബന്ധം ഉള്ള സ്ഥാപനമായ നിപുണ ഇന്റർനാഷണൽസിന്റെ പ്രധാന ചുമതല കൂടി ഷിബി എസ് കർത്ത വഹിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പല രീതിയിലുള്ള പല പേരുകളിലുള്ള കമ്പനികളായിട്ട്, കടലാസ കമ്പനികളായിട്ടും അല്ലാത്ത കമ്പനികളായിട്ടുമൊക്കെ ഈ CMRLന്റെ അനുബന്ധ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ഈ നിപുണ ഇന്റർനാഷണൽസ് എന്ന കമ്പനി. ഇതൊക്കെ കമ്പനി എന്ന് പേരേ ഉള്ളൂ. അതിൻ്റെ പ്രവർത്തനം മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഒരു വശത്തുകൂടി നടക്കുന്നുണ്ട്. എന്നാൽ പോലും അതൊക്കെ ഇത്തരം തട്ടിപ്പുകളും കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെയാണ് എന്നാണ് പൊതുവെ പരാതി ഉയരുന്നത്. നേരത്തെ ED നിപുണയിലും റെയ്ഡ് നടത്തിയിരുന്നു. CMRLന്റെ ചരക്ക് ഗതാഗതത്തിനായി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകിയിരുന്നത് ഈ നിപുണ ഇന്റർനാഷണൽസ് ആണ്. അതായത് അച്ഛൻ്റെ കമ്പനിക്ക് വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നത് മകളുടെ കമ്പനി. അങ്ങനെ ഒരു രീതിയാണ്. പരസ്പരം ഒരു കൊടുക്കൽ വാങ്ങൽ സിസ്റ്റമാണ് ഈ അച്ഛനും മക്കളും ഒക്കെ ചേർന്ന് ഇത്രയും കാലം ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ എല്ലാവിധ സഹായവും അധികൃതമായും അനധികൃതമായും ചെയ്തു കൊടുത്തു എന്നുള്ള പരാതിയിലാണ് ED ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ED രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിപട്ടികയിൽ ഉള്ള സ്ഥാപനമാണ് നിപുണ ഇന്റർനാഷണൽസ്. ഇതിന്റെ മേധാവിയാണ് ഈ ശശിധരൻ കർത്തായുടെ മകൾ. അതേസമയം കർത്തായുടെ മകൻ ശരൺ എസ് കർത്തയ്ക്കും CMRL ഉദ്യോഗസ്ഥർ സമൻസ് അയച്ചിട്ടുണ്ട്. എന്നാൽ ശരൺ ചോദ്യം ചെയ്യലിന് ഇതുവരെ ഹാജരായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം കുടുംബം അടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികളും അല്ലെങ്കിൽ കുറ്റാരോപിതരും ആണ് എന്നുള്ളതാണ് ഈ CMRLന്റെ ഒരു രീതിയിൽ നിന്ന് മനസ്സിലാകുന്നത്. അച്ഛനും മക്കളും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളും ഒക്കെ തന്നെ ഇതൊരു കൂട്ടുകച്ചവടമാണ്. ഇതൊരു കറക്ക് കമ്പനിയാണ്. അവനവന് മാത്രം ലാഭം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിൻ്റെ ധാതു സമ്പത്ത് ഉൾപ്പെടെ അടിച്ചുമാറ്റി അത് ലാഭമാക്കി മാറ്റുന്ന അല്ലെങ്കിൽ പണമാക്കി മാറ്റുന്ന ഈ കമ്പനി, ആരോപണമുള്ള കമ്പനിയാണ് ഈ CMRL. അപ്പം അത് പല കാര്യങ്ങളും നേടുന്നതിന്, പല കാര്യങ്ങളും സാധിച്ചെടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കാതെ മകൾ വഴി കൊടുത്ത മാസപ്പടിയായിട്ടാണ് ഈ 2,78,00,000 രൂപ എന്നതാണ്. നേരത്തെ അത് 1.72 ആയിരുന്നു. പിന്നീട് കണക്കുകൾ പരിശോധിച്ചപ്പോഴാണ് 2,78,00,000 രൂപ ഇത്തരത്തിൽ വീണയുടെ എക്സാലോജിക്കിന് പല രീതിയിൽ കൊടുത്തതായുള്ള സൂചനകൾ പുറത്തു വന്നത്. എന്തായാലും മകളെ ചോദ്യം ചെയ്യുന്നു, മകനെയും ഉടൻ ചോദ്യം ചെയ്യും. അറസ്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് വ്യക്തതയില്ല. എങ്കിലും വീണ തൈക്കണ്ടിയെ നാളെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ വ്യക്തതയില്ല, ഉറപ്പില്ല, സ്ഥിരീകരണമില്ല. എന്നാലും അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ.